വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ അഫാനെതിരെ ആദ്യമായി അമ്മ ഷെമിയുടെ നിർണായക മൊഴി. അഫാൻ കഴുത്ത് ഞെരിച്ച് തല ചുമരിലിടിപ്പിച്ചു, പിന്നീട് ചുറ്റിക കൊണ്ട് ആക്രമിച്ചുവെന്നും ഷെമി വെളിപ്പെടുത്തി. മുൻപ് കട്ടിലിൽ നിന്ന് വീണുവെന്ന് പറഞ്ഞ ഷെമി എല്ലാം തുറന്നു പറയുകയാണിപ്പോൾ. തനിക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു. സംഭവം നടന്ന ദിവസം 50,000 രൂപയുടെ അടിയന്തര ആവശ്യമുണ്ടായി. തുടർന്ന് ബന്ധുവിൻ്റെ വീട്ടിൽ പോയി. അവിടെ വെച്ച് കേട്ട അധിക്ഷേപങ്ങൾ മകനെ വേദനിപ്പിച്ചുവെന്നും അതാണ് കൂട്ടക്കൊലയ്ക്ക് കാരണമെന്നും മൊഴിയിൽ പറയുന്നു. മക്കളുമായി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നുവെന്നും ഇതിനായി യൂട്യൂബിൽ വീഡിയോകൾ കാണുമായിരുന്നുവെന്നും അവർ പോലീസിനോട് വ്യക്തമാക്കി. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന് ശേഷം ആദ്യമായാണ് അക്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട അഫാന്റെ മാതാവ് ഷെമി മകനെതിരെ പോലീസിന് മൊഴി നൽകിയത്. തന്നെ ആക്രമിച്ചത് അഫാൻ തന്നെയെന്നാണ് വെളിപ്പെടുത്തൽ. ഭർത്താവ് അറിയാതെ 35 ലക്ഷം രൂപയുടെ കടമുണ്ടായിരുന്നു. സംഭവം നടന്ന ഫെബ്രുവരി 24-ന് 50,000 രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു. പണം ചോദിച്ച് ബന്ധു വീട്ടിലെത്തിയപ്പോൾ അധിക്ഷേപം നേരിട്ടു. അഫാന് ഇത് സഹിച്ചില്ലെന്നാണ് ഷെമിയുടെ മൊഴി. ഉമ്മ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അഫാൻ ആദ്യം കഴുത്തിൽ ഷാൽ മുറുക്കിയ ശേഷം തല ചുവരിലിടിപ്പിക്കുകയായിരുന്നു. ഇതോടെ ബോധം നഷ്ടപ്പെട്ടു. പിന്നീട് അഫാൻ പുറത്തു പോയ ശേഷം തിരികെ വന്നാണ് ചുറ്റിക കൊണ്ട് ആക്രമിച്ചത്. ബോധം വന്നപ്പോൾ പോലീസുകാർ ജനൽ തകർക്കുന്നതാണ് കണ്ടതെന്നും ഷെമി പറഞ്ഞു. മക്കളുമായി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നുവെന്നും ഇതിനായി ഇളയ മകനെ കൊണ്ട് യൂട്യൂബിൽ വീഡിയോകൾ കാണിക്കുമായിരുന്നുവെന്നും ഇവർ പോലീസിനോട് വെളിപ്പെടുത്തി. അതേസമയം ഭർത്താവ് അബ്ദുൾ റഹീം അറിയാതെയുണ്ടായ വൻ സാമ്പത്തിക ബാധ്യതയുടെ കാരണം എന്താണെന്നതിൽ ഷെമി വ്യക്തമായ മറുപടി നൽകിയില്ല. അഫാൻ ആക്രമിച്ചതിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾ ഷെമി മാത്രമാണ്. അതുകൊണ്ട് തന്നെ കേസിൽ ഷെമിയുടെ മൊഴി നിർണായകമാകും. 3 കേസുകളായിട്ടാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് അന്വേഷിക്കുന്നത്. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതനുസരിച്ച് ഷെമിയുടെ മൊഴി വരും ദിവസങ്ങളിലും രേഖപ്പെടുത്തിയേക്കുമെന്നാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം.